നൈസാറിൻ്റെ പൂർണ്ണരൂപം നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ്. ISROയും US ബഹിരാകാശ സംഘടനയായ നാസയും സംയുക്തമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഉപഗ്രഹമാണ് നൈസാർ. നൈസാറിൻ്റെ വിക്ഷേപണ വാഹനം GSLV F-16 ആണ്. 2025 ജൂലൈ 30 സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുമാണ് നൈസാറിൻ്റെ വിക്ഷേപണം ഉണ്ടായിരുന്നത്. ഇതൊരു ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ്. നൈസറിൻ്റെ ഭാരം 2392 കിലോഗ്രാമാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇരട്ട ആവൃത്തിയിലുള്ള റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. അതായത് ഇതിലെ റഡാറുകൾ 2 ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുക. ഒന്ന് L ബാൻഡ് ആവൃത്തിയിലും മറ്റൊന്ന് S ബാൻഡ് ആവൃത്തിയിലും പ്രവർത്തിക്കും. ISROയുടെ ഭാഗത്തു നിന്നുള്ള പ്രൊജക്ട് ഡയറക്ടർ ചൈത്ര റാവുവും നാസയുടെ പ്രൊജക്ട് മാനേജർ ഫിൽ ബരേലയുമാണ്. നാസ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് സംഘമിത്ര ദത്തയും വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ V നാരായണനുമാണ്. നൈസാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇരട്ട സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളാണ്. ഒന്ന് L ബാൻഡ് ആവൃത്തിയിലും മറ്റൊന്ന് S ബാൻഡ് ആവൃത്തിയിലും പ്രവർത്തിക്കുന്നു. ഇവ ഒരുമിച്ച് ഒരേ സമയം ഒരേ സ്ഥലത്തിൻ്റെ പരസ്പര പൂരക ചിത്രങ്ങൾ പകർത്താനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇരട്ട റഡാറുകൾക്ക് പുറമെ ഉപഗ്രഹത്തിൽ വലിയ ഡിഷ് ആകൃതിയിൽ 12 മീറ്റർ വ്യാസമുള്ള ഗോൾഡ് പ്ലേറ്റഡ് മെഷ് ആൻറ്റിനയും ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ്. ഭൂമിയിൽ നിന്നും 743 കിലോമീറ്റർ ഉയരത്തിൽ സൺ സിൻക്രണസ് ഭ്രമണപഥത്തിലാണ് നൈസർ ഭൂമിയെ ഭ്രമണം ചെയ്യുക. സ്വീപ്സാർ എന്ന നൂതന സാങ്കേതിക വിദ്യയാണ് നൈസറിൽ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് വിശാലമായ പ്രദേശങ്ങളുടെ ഉയർന്ന റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ പകർത്താൻ ഉപഗ്രഹത്തിനാവും. അതുകൊണ്ട് തന്നെ ഒരു സമയം ഏകദേശം 242 കിലോമീറ്റർ വരെ വിസ്തൃതിയിലുള്ള ഭൂപ്രദേശത്തിൻ്റെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ച് ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് വിവരങ്ങൾ നൽകാൻ നൈസറിനാകും. ISROയും നാസയും സംയുക്തമായിട്ട് നിർമ്മിച്ച ഉപഗ്രഹമായതുകൊണ്ട് തന്നെ ഇതിലെ S ബാൻഡ് സാറും റോക്കറ്റും ബഹിരാകാശ പേടകവും ഡാറ്റ കൈകാര്യം ചെയ്യൽ, ഹൈസ്പീഡ് ഡൗൺലിങ്ക് സിസ്റ്റം, വിക്ഷേപണ സംവിധാനം എന്നിവ ISRO ആണ് നൽകിയത്. എന്നാൽ L ബാൻഡ് സാറും 12 മീറ്റർ വ്യാസമുള്ള ആൻറ്റിനയും ആൻറ്റിന ഉയർത്തുന്ന 9 മീറ്റർ റഡാർ ബൂമും GPS റിസീവറും സോളിഡ് സ്റ്റേറ്റ് റെക്കോർഡറും നാസയാണ് നൽകിയത്. നൈസർ ഒരു ഭൗമനിരീക്ഷണ ഉപഗ്രഹമായതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നൈസറിന് മനസ്സിലാക്കാനാവും. കാലാവസ്ഥാ വ്യതിയാനം, മണ്ണിലെ ഈർപ്പത്തിൻ്റെ മാറ്റങ്ങൾ, പ്രകൃതി ദുരന്തത്തിനുള്ള സാധ്യതകൾ, വനങ്ങളിലെ മാറ്റങ്ങൾ, സസ്യജാലങ്ങളുടെ വളർച്ച, ഹിമാനിയുടെ പിൻവാങ്ങൽ എന്നിങ്ങനെ ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥലത്തിൻ്റെയും വിവരങ്ങൾ 12 ദിവസത്തെ ഇടവേളകളിൽ രേഖപ്പെടുത്താൻ നൈസറിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾക്ക് കഴിയും. എല്ലാ കാലാവസ്ഥയിലും പകലായാലും രാത്രിയായാലും വ്യക്തമുള്ള ഡാറ്റ നിസാറിൽ നിന്നും ലഭ്യമാവും. സ്വീപ്പ് SAR ഉപയോഗിച്ച് ഹൈ റെസല്യൂഷനിലുള്ള പിക്ചേഴ്സും നമുക്ക് കിട്ടും. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളിൽ ഒന്നായിരുന്നു നൈസാറിൻ്റേത്. ഏകദേശം 13,000 കോടി രൂപയായിരുന്നു മൊത്തം ചിലവ്. ഇതിൽ 788 കോടി രൂപയാണ് ഇന്ത്യ മുടക്കിയത്. ഇത്രയുമാണ് നൈസാറിനെ കുറിച്ച് അറിയേണ്ട പ്രധാന കാര്യങ്ങൾ. ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നൈസാറിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നാണ്. നൈസാറിൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? GSLV F-16 റോക്കറ്റിലായിരുന്നു നൈസാർ വിക്ഷേപിച്ചത്. എത്ര ദിവസം കൂടുമ്പോഴാണ് നൈസറിൽ നിന്നുള്ള ഡാറ്റകൾ ലഭിക്കുക? 12 ദിവസം കൂടുമ്പോഴാണ് ഡേറ്റകൾ ലഭിക്കുക. നൈസർ ഏത് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഹൈ റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ പകർത്തുന്നത്? സ്വീപ്സാർ എന്ന നൂതന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. നൈസറിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.